നമുക്ക് പ്രോൺസ് റോസ്റ്റ് മസാല ഉണ്ടാക്കാം. പ്രോൺസ് ഞാൻ ഓൾറെഡി നന്നായിട്ട് മസാലയൊക്കെ തട്ടി ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചു. അത് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കറിക്ക് വേണ്ട ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ആ എണ്ണയിൽ തന്നെ പ്രോൺസ് വറുത്ത എണ്ണയിൽ തന്നെ സോട്ട് ചെയ്തെടുക്കുകയാണ്. കൂടാതെ ഒരു തക്കാളിയും കൂടെ ഇടും. തക്കാളിയും നന്നായിട്ട് സോട്ടായതിനു ശേഷം അതിനകത്തേക്ക് പ്രോൺസും ചേർക്കും. ഇതിലേക്ക് ഞാൻ ഉപ്പും ഇതും പൊടികളൊന്നും എക്സ്ട്രാ ചേർത്തില്ല. കാരണം ഓൾറെഡി ആ എണ്ണയിൽ നന്നായിട്ട് ആ മസാല പിടിച്ചിരിപ്പുണ്ടായിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു. സോ നമ്മുടെ കഴിഞ്ഞു. നമുക്ക് നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ ഇന്ന് കഴിക്കാം എന്തായാലും. സോ ഞാൻ നന്നായി വിശന്നിരിക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ചൂട് പുട്ടിൻ്റെ കൂടെ ഞാൻ നന്നായി കുഴച്ചടിച്ച് തിന്നുന്നുണ്ട്. പ്രോൺസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ നന്നായി കഴിക്കും. നല്ല എരിവുണ്ടായിരുന്നു. ഇതിന് എരിവ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യ. ഇത് കണ്ടോ എൻ്റെ വായിൽ ഇങ്ങനെ എരിഞ്ഞിട്ട് പുകയാ. ഞാൻ തളർന്നു ശരിക്കും. അതുകൊണ്ട് ഞാൻ പതുക്കെ ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യത്തിൽ.